ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ബാലൻസ് തെറ്റുന്ന ഒട്ടനവധി പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നാം അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും യഥാർത്ഥത്തിൽ പരിഹാരവുമുണ്ട്. എന്നാൽ ആ പരിഹാരത്തിലേക്ക് പല കാരണങ്ങളാൽ സമൂഹം എത്തിച്ചേരുന്നില്ല എന്നതാണ് ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പരിഹാരമില്ലാത്തതല്ല പ്രശ്നം, പരിഹാരത്തിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നതാണ് വിഷയം. നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ വേഗം മനസ്സിലാകാൻ വേണ്ടി നമുക്കറിയാം, രോഗം, മിക്കവാറും രോഗങ്ങൾക്ക് മരുന്നുണ്ട്. പക്ഷേ പലരും ആ രോഗവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തേ കാരണം? അതിൽ താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മരുന്നായിരിക്കില്ല അതിനുള്ള ചികിത്സ. അത് മറ്റൊരു മേഖലയിലായിരിക്കും അതിന് ചികിത്സ ഉണ്ടാവുക, മറ്റൊരു ചികിത്സാ രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇയാൾക്ക് അതിനോടൊരു മുൻവിധി ഉണ്ടാവും. ആ മരുന്ന് കുടിച്ചാൽ ശരിയാവില്ല, ആ ചികിത്സ ഫലിക്കില്ല. അങ്ങനെ ഓരോ ചികിത്സാ രീതികളോട് ഓരോരുത്തർക്കും ഓരോ മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ ആ മരുന്ന് കഴിച്ചാൽ മാറില്ല എന്നുള്ള ഒരു മുൻവിധിയുള്ളത് കൊണ്ട് തന്റെ രോഗത്തിന് യഥാർത്ഥത്തിൽ അവിടെ മരുന്നുണ്ട്, പക്ഷെ ഈ മുൻവിധി ഉള്ളത് കൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാറില്ല പലരും എന്നതാണ്. എന്തെങ്കിലും ഒരൊറ്റപ്പെട്ട ദുരനുഭവമായിരിക്കും ഇങ്ങനെ ഒരു നിലപാടിന് കാരണം അത്തരം ഒരു ചികിത്സാ വിധി നേടിയതിന്റെ പേരിൽ ആർക്കെങ്കിലും ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊരൊറ്റപ്പെട്ട കേസായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു നിലപാടിൽ ഇയാൾ എത്തുന്നത്. ഇവിടെ മനുഷ്യൻ മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിന് അള്ളാഹുവിന്റെ മതത്തിൽ അതിനെല്ലാം പരിഹാരമുണ്ട്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. വിശുദ്ധ ഖുർആൻ അക്കാര്യം 2-ാം അധ്യായം 38-ാമത്തെ ആയത്തിലൂടെ അറിയിക്കുന്നുണ്ട്. ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അഥവാ അള്ളാന്റെ ദീന് നമുക്ക് കിട്ടിയാൽ, അത് സ്വീകരിച്ചാൽ, ഫമൻ തബിഅ ഹുദായ, അതൊരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടി വരില്ല എന്ന്. ഒരു വിഷമവും ഒരു ദുഃഖവും അള്ളാന്റെ ദീന് പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നതാണ്. എന്നാൽ ഇസ്ലാമിനെതിരിൽ ചിലർ വളരെ ബോധപൂർവം പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന മുൻവിധികളും സമുദായത്തിലെ ചിലരുടെ അരുതായ്മകളും ഈ യഥാർത്ഥ മതത്തിലേക്ക് ആളുകൾ വരാൻ പലപ്പോഴും തടസ്സമാകുന്നു എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ ഈ പരിഹാരമാകുന്ന, തന്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമായ മതത്തിലേക്ക് കടന്നു വരാനുള്ള തടസ്സമെന്ന് പറയുന്നത് ഒന്നുകിൽ മുൻവിധി, ഇസ്ലാമിക ശത്രുക്കൾ ഉണ്ടാക്കിയ മുൻവിധി, അതല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് തന്നെ അകത്തു നിന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അരുതായ്മകൾ. എന്നിട്ട് അതല്ലേ ദീൻ, അതല്ലേ നിങ്ങളുടെ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക്, ഈ പരിഹാരത്തിലേക്ക് എത്താത്ത സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നതിന് 5 മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത്. ആ 5 മേഖലകൾ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ബാലൻസ് യഥാർത്ഥ അവസ്ഥയിൽ തന്നെ നിൽക്കുമെന്നതാണ്. ആ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടി 5 മേഖലകളും വളരെ ഗൗരവപൂർവ്വം സംരക്ഷിച്ചു നിർത്തുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ 1-ാമത്തെ മേഖല, സമൂഹത്തിൽ അസ്വസ്ഥതകളില്ലാതെ വളരെ സുരക്ഷിതമായി സമൂഹം മുന്നോട്ട് നീങ്ങാൻ 5 കാര്യങ്ങളിൽ 1-ാമത്തേത് മനുഷ്യന്മാരുടെ വിശ്വാസ മേഖല ശരിയാവുക എന്നതാണ്. വിശ്വാസ രംഗം ശരിയാവുക എന്നതാണ്. ഒരാൾ ഒന്നിലും വിശ്വസിക്കാതിരിക്കുന്നതും വികലമായ വിശ്വാസങ്ങളും ഒരുപോലെ പ്രശ്നമുണ്ടാകും. മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതും പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മതത്തിന്റെ പേരിൽ വികലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നതും പ്രശ്നമാണ്. ഫ്രീ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. തോന്നിയതുപോലെ ജീവിക്കാം, എല്ലാ അധാർമിക പ്രവർത്തനങ്ങളിലും അഭിരമിക്കാം,
അങ്ങനെയുള്ള ഒരു സാഹചര്യം യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ടായത് ഒന്നിലും വിശ്വാസമില്ലാത്തതിന്റെ ദുരന്ത ഫലമാണ്. സ്വന്തം മക്കളെ അടിച്ചു കൊന്ന് പൂജയ്ക്ക് വെച്ച് ആ കുട്ടികൾക്ക് ജീവനുണ്ടാകുമെന്നും പറഞ്ഞ് പൂജിച്ചിരുന്നതും വികല വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒന്ന് വിശ്വാസമില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ മറ്റൊന്ന് വികലമായ വിശ്വാസത്തിന്റെ പേരിലാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു, ആന്ധ്രാപ്രദേശ്, നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്, ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുണ്ടായ സംഭവമാണ്. അവിടെ 2 ദമ്പതിമാർ, അവർ നിസ്സാരക്കാരല്ല, അതാണ് നമ്മൾ അടിവരയിടേണ്ടത്. അവർ വിദ്യാഭ്യാസമില്ലാത്തവരല്ല, 2 പേരും അധ്യാപക ദമ്പതിമാരാണ്, വലിയ കോളേജ് പ്രൊഫസർമാരാണ്. അങ്ങനെയുള്ള 2 മാതാപിതാക്കൾ അവരുടെ 20, 21, 23 ഒക്കെ വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ, 2 പെൺകുട്ടികളെ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അടിച്ചു കൊന്നിരിക്കുന്നു. കൊന്ന് കെട്ടിപ്പൂട്ടി അവരുടെ റൂമിനുള്ളിൽ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. ആ കുട്ടികളുടെ മുമ്പിൽ ഇരുന്ന് പൂജിക്കുകയാണ്. പരിസരവാസികൾ ശബ്ദം കേട്ടും അസ്വസ്ഥതകൾ കണ്ടും പോലീസിൽ വിവരമറിഞ്ഞറിയിച്ച് പോലീസുകാർ വന്നപ്പോ ഈ വാപ്പയും ഈ അച്ഛനും അമ്മയും പറയുന്നത്, ഇങ്ങോട്ട് കയറരുത്, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളൊരു പ്രത്യേക പൂജയിലാണ്, ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഞങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട്, അത് തീരണമെങ്കിൽ ഈ കുട്ടികളെ 2 പേരെയും തച്ചുകൊന്ന് ഇതുപോലെ പൂജിച്ചാൽ ഇവർക്ക് രണ്ടാമത് ജീവനുണ്ടാകുമെന്നും അങ്ങനെ ജീവനുണ്ടായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും ഞങ്ങൾക്ക് ചില ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ആഭിചാര്യ ക്രിയയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്ന്. ഇതേതെങ്കിലും നൂറ്റാണ്ടിലല്ല, നമ്മുടെ വർത്തമാന കാലത്താണ്. വിദ്യാഭ്യാസമില്ലാത്തവരല്ല, സംസ്കാരമുണ്ടെന്ന് വാദിക്കുന്നവരാണ്. ഇതാണ് വികല വിശ്വാസങ്ങൾ സമൂഹത്തെ എത്രത്തോളം മാരകമായി ബാധിക്കുന്നുവെന്നതിന്റെ ഒരു തെളിവ്. സമൂഹത്തിന്റെ ബാലൻസ് തെറ്റുന്ന ഈ വിശ്വാസ ചൂഷണത്തിനുള്ള പരിഹാരമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കറകളഞ്ഞ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിന്റെ ബാലൻസ് തെറ്റിക്കുകയാണ്. വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പരിഹാരം? അതിന് പരിഹാരമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കറകളഞ്ഞ ഏകദൈവ വിശ്വാസം. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് പൂജിക്കേണ്ടത്? ഏതെങ്കിലും സൃഷ്ടികളെയാണോ? അല്ല. കൃത്യമായി ഉത്തരം പറയാൻ ഇസ്ലാമിന് മാത്രമാണ് കഴിയുക. സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ ആശയം നോക്കൂ നിങ്ങൾ. വർഗീയതയില്ലാത്ത വിശ്വാസമാണ്, വിഭാഗീയതയില്ലാത്ത ആശയമാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച. ലഅല്ലക്കും തത്തഖൂൻ, എന്നാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അപ്പൊ മനുഷ്യന്മാര് സൂക്ഷ്മതയുള്ളവരായി മാറണമെങ്കിൽ ആരെയാണ് ആരാധിക്കേണ്ടത്? നമ്മെയും നമ്മുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. സൂര്യനെയല്ല, സൂര്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ. ചന്ദ്രനെയല്ല, ചന്ദ്രനെ സൃഷ്ടിച്ച ആ പടച്ച തമ്പുരാനെ. ഏതെങ്കിലും ആൾ ദൈവങ്ങളെയല്ല, ആ ആൾ ദൈവങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ. ഏതെങ്കിലും മൂർത്തികളെയല്ല, ഏതെങ്കിലും അൾത്താരകളെയല്ല, ഏതെങ്കിലും കല്ലിനെയല്ല, ആ കല്ലിനെയും മണ്ണിനെയും ഈ പ്രപഞ്ചത്തെയും അതുപോലെ തന്നെ മഹാന്മാരെയും മഹത്തുക്കളെയും പ്രവാചകന്മാരെയും ഔലിയാക്കളെയും എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറുമെന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വിശ്വാസത്തിന്റെ തത്വം. നിങ്ങൾ ഇന്ന മതത്തിന്റെ ആളെ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് മറ്റു മതക്കാർക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ ഇസ്ലാം പറയുന്നത് അതല്ല. നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത് ആ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്നാണ്. അതിൽ വർഗീയതയില്ല, വിഭാഗീയതയില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നടന്ന ആഭിചാര കൊലയെ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവരും അപലപിക്കും. കുറച്ച് മോശമായി പോയി, അത്ര പാടില്ലായിരുന്നു എന്നെല്ലാവരും പറയും. മനസ്സുകൊണ്ടതിന് അവർ അപലപിക്കും, പ്രസ്താവനകൾ പറയും. എന്നാൽ അതിന് അപലപിക്കുന്ന, അത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ആളുകളോട് തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ജാതി മത ഭേദമൊന്നുമില്ല. അതിനെ നമ്മൾ അപലപിക്കുന്നുവെങ്കിൽ
ആ വഴിയിലേക്ക് പോകുന്ന ചില വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു തെറ്റല്ല എന്ന നിലക്ക്. അതും ആ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ചരട് കെട്ടുന്നയാളുകൾ, ഏലസ് കെട്ടുന്നയാളുകൾ, ആ ചരട് കെട്ടുമ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ എന്റെ മകളുടെ, എന്റെ കുട്ടിയുടെ അസുഖം മാറുമെന്ന് വിചാരിച്ച് അരയിൽ നൂല് കെട്ടുമ്പോൾ സംഭവിക്കുന്നത് ഇതേ വിശ്വാസമാണ്. പ്രത്യേകമായ വള ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നവർ ഇതേ വിശ്വാസത്തിലേക്കാണ് പോകുന്നത്. ഏതെങ്കിലും ആൾ ദൈവങ്ങളിൽ അഭയം തേടി പോകുന്നുണ്ട് എങ്കിൽ അവരും ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഏതെങ്കിലും സിദ്ധന്മാരെ അന്ധമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവരും ഈ ചതിക്കുടികളിലേക്കാണ് അവസാനം എത്തിപ്പെടുന്നത്. രാവിലെ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഒരു പൂച്ച വിലങ്ങ് പാഞ്ഞാൽ ആ കറുത്ത പൂച്ച പാഞ്ഞത് കൊണ്ട് ഇന്ന് യാത്ര ശരിയാവില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വാഹനം തിരിച്ചോടിക്കുന്നുണ്ട് എങ്കിൽ ഇതേ വിശ്വാസത്തിലാണ് അവരുമുള്ളത്. കളഞ്ഞുപോയ ഒരു മുതൽ ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ജാറത്തിലോ തങ്ങന്മാരുടെ വീടുകളിലോ രാത്രികാലങ്ങളിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരും ഇതേ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് യാതൊരു തകരാറുമില്ലാതിരിക്കെ അതിന്റെ അടുക്കള പൊളിക്കണം, അതിന്റെ ബാത്റൂം പൊളിക്കണം, എങ്കിലേ നിങ്ങളുടെ വീട്ടിലെ ശല്യങ്ങൾ നീങ്ങുകയുള്ളൂവെന്ന് ഏതെങ്കിലും പണിക്കരോ ജ്യോത്സ്യനോ തങ്ങന്മാരോ ബീവിമാരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരും ഇതേ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയുക, ആ വിചാരക്കൊലയിലേക്ക് നമ്മളും എത്തും. മക്കളെ അടിച്ചുകൊല്ലുന്ന സാഹചര്യം, അഥവാ ഇത്തരം ആളുകളെ ഈ സാഹിറുമാരെ, ജ്യോത്സ്യന്മാരെ, പണിക്കന്മാര് പറയുന്നത് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവരവസാനം മക്കളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമെന്നത് ഒരു സ്വപ്നമല്ല, ഒരു ടോപ്പിയല്ല, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചതാണ്. അത് അവരുടെ വർഗത്തിലല്ലേ. ഞങ്ങൾക്കതൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത്തരം അവസ്ഥകളിലേക്ക് കടന്നു ചെന്ന ആളുകൾക്ക് അതിന് ജാതി മതമൊന്നും വ്യത്യാസമില്ല. നമുക്ക് ഓർമ്മയുണ്ട്, കുട്ടിയില്ലാത്തതിന്റെ പേരിൽ സകല ജാറങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ട് അവസാനം കുട്ടിയില്ലാതെ വന്നപ്പോൾ ഗുരുവായൂർ പോയി തുലാഭാരം നടത്തിയത് ഒരു ഹാജിയാരായിരുന്നു. അവിടേക്കാണ് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് കൊളത്തൂരിൽ ഒരു മരണമുണ്ടായിട്ട് 2-3 മാസങ്ങൾ മയ്യത്ത് മറവ് ചെയ്യാതെ വെച്ചു. പൂജിച്ചുകൊണ്ടിരുന്നു അവിടെ, അതിന്റെ മുമ്പിൽ ആ ഭജനമിരുന്നു ആ വീട്ടുകാര്. ഇതും ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ജനിച്ച കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുക്കത്തൊരു വിവാദമുണ്ടായി. അതും ഈ വഴിയിലൂടെ തന്നെ പോകുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, പടച്ച തമ്പുരാനോടാണ് ഏത് സന്ദർഭത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള ഏതൊരു തേട്ടവും സൃഷ്ടികളോട് നടത്താൻ പാടില്ല, അത് അള്ളാഹിനോട് മാത്രമേ നടത്തൂ. ഇതാണ് പഠിപ്പിച്ചു കൊടുത്താൽ ഒരു വലയിലും ആരും ഉൾപ്പെടുകയില്ല, ആരും അകപ്പെടുകയില്ല. അതൊന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറച്ച് മനസ്സിലാക്കി എന്താ ഈ കാര്യകാരണ ബന്ധം. അതത്ര മനസ്സിലാകാത്ത വിഷയമൊന്നല്ല. ഈ ലോകത്ത് ഏതൊരു കാര്യം നടക്കാനും അള്ളാഹു ഒരു കാരണം നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വിശപ്പ് മാറണം. വിശപ്പ് മാറുക എന്ന വിഷയം നടക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. അതൊരു കാരണമാണ്. ഭക്ഷണം കഴിച്ചാലേ വിശപ്പ് മാറുകയുള്ളൂ. അത് അള്ളാഹ് വെച്ചൊരു കാര്യകാരണ ബന്ധമാണ്. അതുപോലെ തന്നെ കൃഷിക്ക് വിളവ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം വിത്ത് മണ്ണിലിടുക എന്നുള്ളത് എന്താണ്? അതിന് നാം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, അതിനൊരു വാഹനം ഉപയോഗിക്കുക, വാഹനത്തിൽ കയറുക എന്നത് അതിന്റെ കാര്യകാരണ ബന്ധമാണ്. നമുക്ക് ആശയവിനിമയം നടത്തണം, വിദേശത്തുള്ള നമ്മുടെ വാപ്പയോട് സംസാരിക്കണം, അതിനൊരു മാധ്യമം സ്വീകരിക്കുക, അഥവാ ഒരു ഫോണോ അല്ലെങ്കിൽ നെറ്റ് സംവിധാനമോ ഉപയോഗിക്കുക എന്നത് അതിനുള്ള ഒരു കാര്യകാരണ ബന്ധമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ എന്ത് നടക്കണമെങ്കിലും അതിന് അള്ളാഹു ഒരു കാരണം നിശ്ചയിച്ചിട്ട് ആ കാരണത്തിലൂടെയാണ്. വാഴ ഉണ്ടാകണമെങ്കിൽ, വാഴക്കൊല ഉണ്ടാകണമെങ്കിൽ വാഴ വെക്കണം, അതിന്റെ കാരണമാണ്. ഒരിക്കലും മറ്റൊരു പ്ലാവ് ചക്കയുടെ കുരു കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് വാഴപ്പഴം ഉണ്ടാവുകയില്ല. അതിന്റെ കാര്യകാരണ ബന്ധം അങ്ങനെയല്ല. അത് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് ഇതുണ്ടാവുക. ഓരോന്നിനും കാര്യകാരണ ബന്ധമുണ്ട്. ഈ കാര്യകാരണ ബന്ധങ്ങളിലൂടെയാണ് അള്ളാഹു പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ സംവിധാനിച്ചിരിക്കുന്നത്. കാരണങ്ങളിലൂടെ കാര്യത്തിൽ എത്തിച്ചേരുക എന്നതാണ് പ്രപഞ്ചത്തിൽ അവന്റെ ചര്യ എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാത്തിനും കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയാണ് കാര്യത്തിൽ എത്തിച്ചേരുന്ന ഒരു രൂപമുള്ളത്. എന്നാൽ
കാരണങ്ങളിലൂടെ അവൻ നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങൾ തന്നെ യാതൊരു കാരണവും കൂടാതെ സൃഷ്ടിക്കാനും പടച്ച തമ്പുരാന് സാധിക്കുമെന്നതാണ് സത്യം. സാധാരണ ഭൂമിയിൽ നടക്കാത്ത കാര്യങ്ങളും അവൻ ഭൂമിയിൽ ഒരുപക്ഷെ നടപ്പാക്കും. സാധാരണഗതിയിൽ കാര്യകാരണ ബന്ധത്തിന് അനുസരിച്ച് നടക്കാത്ത ചില കാര്യങ്ങൾ അള്ളാഹ് ചിലപ്പോൾ എന്ത് ചെയ്യും, അതൊന്നുമില്ലാതെ ഒരു കാര്യകാരണ ബന്ധമില്ലാതെ നടപ്പാക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഉദാഹരണം പറയാം, സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാതെയാണ് മറിയം ബീവിക്ക് അള്ളാഹു സന്താനങ്ങളെ നൽകിയത്. അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഉണ്ടാകണേ എന്ത് വേണം, ഭാര്യ ഭർത്താവും ഉണ്ടാവണം. അതില്ലാതെയാണ് മറിയം ബീവിക്ക് കുട്ടിയെ കൊടുത്തത്. അതുപോലെ തന്നെ സീസൺ അല്ലാത്ത സമയത്ത് ഫലവർഗ്ഗങ്ങൾ പള്ളിയിൽ എത്തിച്ചു കൊടുത്തതും ഇറക്കിക്കൊടുത്തതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടായിരുന്നു. അതുപോലെ പ്രകൃത്യാ ചൂടുള്ള തീയിനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തണുപ്പാക്കി നൽകിയത് എങ്ങനെയാണ്? ഖുൽനാ യാ നാറു കൂനി ബർദൻ സലാമാ അലാ ഇബ്രാഹിം. അല്ലാഹ് ഒരൊറ്റ ഓർഡർ ഇടുകയാണ് ചെയ്തത്. സാധാരണ നാട്ടിലുള്ള വ്യവസ്ഥ എന്താ? തീയെന്ന് പറഞ്ഞാൽ കത്തുന്നതാണ്. പക്ഷെ ഇബ്രാഹിം നബി അതിലേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി തീയിനോട് അള്ളാഹ് പറഞ്ഞു, ആ കരിയുക എന്ന ഗുണം അള്ളാഹ് കൊടുത്തതാണ്. ആ ഗുണം പടച്ചോൻ കൊണ്ട് തിരിച്ചെടുത്തു. അതിനോട് പറഞ്ഞു, നീ ഇബ്രാഹിമിന് തണുപ്പാവുക, സമാധാനം നൽകുക. അവിടെ ഇബ്രാഹിം നബി കരിഞ്ഞില്ല. അത് കാര്യകാരണ ബന്ധമില്ലാതെ പടച്ചോൻ തന്നെ ചെയ്ത കാര്യമാണ്. അതുപോലെ ആഴക്കടൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണങ്ങിയ വഴിയായി പിളർത്തി കൊടുത്തത് അതിന്റെ ഉദാഹരണമാണ്. മൂസാ നബിയുടെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായത് അതിന്റെ ഉദാഹരണമാണ്. കൈ കക്ഷത്ത് വെച്ചപ്പോൾ അത് പ്രകാശിച്ചത് അതിന്റെ ഉദാഹരണമാണ്. പാറക്കെട്ടിൽ ആ വടി കൊണ്ട് അടിച്ചപ്പോൾ 12 നീരുറവകൾ ഒഴുകിയത് അതിന്റെ ഉദാഹരണമാണ്. ഇതെല്ലാം പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. ഇതും അള്ളാഹുവിന്റെ ഒരു ചര്യയാണ്. അപ്പൊ ഈ ലോകത്ത് സാധാരണഗതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടാണ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ പ്രവാചകന്മാർക്ക് അതിന്റെ അപ്പുറത്തേക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? അവർ പ്രവാചകന്മാരാണെന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. മറ്റൊന്നുമല്ല. മുഅ്ജിസത്തും കറാമത്തും ഭൂമിയിൽ അള്ളാഹു മഹത്തുക്കളുടെ കൈയാൽ നടപ്പിൽ വരുത്തുന്നതും എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഇടപെടലിനാൽ നടക്കുന്ന കാര്യങ്ങളുമാണ്. അത് അവരിലൂടെ അള്ളയാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരിക. അവർ വിചാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യൂല, നടക്കൂല. അപ്പൊ മൂസാ നബി കടലിന്റെ വക്കത്ത് വന്ന് നിന്നിട്ട് കൂടെയുള്ളവരൊക്കെ പേടിച്ചു. അപ്പൊ എന്താ മൂസാ നബി പറഞ്ഞു, എന്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടി നിങ്ങൾ നേരത്തെ പാമ്പായത് കണ്ടില്ലേ, ഇനി ഞാൻ ഇവിടെ അടിച്ചാൽ അത് വെള്ളം പിളർ, നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്നാണോ പറഞ്ഞത്? അല്ല. മൂസാ നബി പറഞ്ഞത് എന്താ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. മാർഗം എന്താന്ന് മൂസാ നബിക്ക് അറിയില്ല. ഈ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് മൂസാ നബിക്ക് അപ്പൊ അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു, അടിച്ചു. അപ്പൊ സംഭവിച്ചു. അപ്പോഴാ മൂസാ നബിക്ക് മനസ്സിലായത്. അപ്പൊ അത് അവരുടെ കഴിവല്ല, അത് അള്ളാഹു അവരിലൂടെ പ്രകടമാക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മൾ. അതുപോലെ തന്നെയാണ് കറാമത്തും. മഹാന്മാർക്ക് നൽകുന്ന കറാമത്തും അവരുടെ സിദ്ധി കൊണ്ടല്ല, അത് അവരിലൂടെ അള്ളാഹു അവരാദരിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. 40-ാം അധ്യായം 78-ാമത്തെ ആയത്ത്, വമാ കാന ലിറസൂലിൻ അൻ യഅതി ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരു റസൂലിനും ഒരായത്തും ഒരു ദൃഷ്ടാന്തവും നാം നൽകിയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യകാരണ ബന്ധം അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ആരാധന ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തെങ്കിലും ചെയ്യാൻ വല്ല സൃഷ്ടിക്കും സാധിക്കുമെന്ന വിശ്വാസത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരാധനയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ഗുണം ലബ്ധിയോ അല്ലെങ്കിൽ ദുരിതമോചനമോ നേടാനുള്ള ആ അർത്ഥനക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അപ്പൊ അല്ലാഹ് അല്ലാത്തവരോട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനോട് പറയേണ്ട ഒരു വിഷയം അള്ളാന്റെ സൃഷ്ടികളോടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടോ പറയുക. അത് തന്നെയാണ് പ്രാർത്ഥന. അതാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഓതി ആയത്തേതാ? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുകും, ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു,
ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി ആ ജഹന്നമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്താ മനസ്സിലായി? ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ആദ്യം പറഞ്ഞത് എന്താ? ഉദ്ഉനി, എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും. എന്നിട്ട് രണ്ടാമത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ അഹങ്കാരം കാണിച്ചാൽ. അപ്പോ ദുആയാണ് പ്രാർത്ഥന, യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ അത് തെറ്റിക്കഴിഞ്ഞാൽ, പ്രാർത്ഥന തെറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്തു? ഏറ്റവും വലിയ മഹാപാതകം സംഭവിച്ചു. ഒരു ആത്മപരിശോധന നമ്മളൊന്ന് നടത്തി നോക്കൂ. ഈ ഏലസിലുള്ള കാര്യകാരണ ബന്ധം എന്താ? കുട്ടിക്ക് പനി വന്നു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പാരാസെറ്റമോൾ കൊടുത്ത് അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് അത് മാറുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കാര്യകാരണ ബന്ധമുണ്ട്. അതാ ഡോക്ടറോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും, ഈ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഇന്നതൊക്കെയാണ്, അത് ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് കുട്ടിക്ക് എന്തായത്? അസുഖം മാറിയത്. എന്നാൽ ഒരു ചരട് അല്ലെങ്കിൽ ഒരു ദണ്ട് കയ്യിൽ ബന്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന് മറുപടി എന്താ പറയാ? അതൊരു തങ്ങള് കെട്ടിത്തന്നതാണ്, ഒരു മൂല്യര് കെട്ടിത്തന്നതാണ്, ഒരു ജ്യോത്സ്യം കെട്ടിത്തന്നതാണ്. അതിലെന്തോ ഒരു കഴിവുണ്ട്, എന്താന്ന് പറയാൻ കഴിയില്ല. അതാണ് കാര്യമല്ല, അതിൽ കാരണമല്ല, അതിന്റെ കാര്യകാരണ ബന്ധം അറിയില്ല. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ചരടിൽ അല്ലെങ്കിൽ അത് കെട്ടിയ ആളിൽ എന്തോ ഒന്നുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഇബാദത്തിൽ വരുന്ന ശിർക്ക് എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ വെള്ളി മൂങ്ങയുടെ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, ലക്ഷങ്ങളാണ് അതിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുണ്ട്. വെള്ളി മൂങ്ങ വീട്ടിലുണ്ടായാൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ്. എന്താണ് അതിന്റെ കാര്യകാരണ ബന്ധം? അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇല്ല. അത് കാര്യമല്ല, അതൊരു കാരണമല്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. കാറിന്റെ മുന്നിലൂടെ ഒരു പൂച്ച പാഞ്ഞാൽ അന്ന് അശുഭദിനമാണെന്ന് പറഞ്ഞത് എന്താ? അതിന്റെ കാര്യകാരണ ബന്ധം? അതൊരു വിശ്വാസമാണ്, അത് നമുക്കറിയാത്തൊരു മേഖലയാണ്. രോഗം മാറാൻ ജാറത്തിൽ പോകുന്നു, എന്താണ് അതിന്റെ അർത്ഥം? ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ കാര്യകാരണ ബന്ധമുണ്ട്. ഇതിലുള്ള ബന്ധം എന്താ? അതെന്തോ ഒരു ശക്തി അവർക്കുണ്ട്, എന്തോ ഒരു കഴിവ് അവർക്കുണ്ട്. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അത് അള്ളാന്റെ അടുത്ത് നിന്നേ കിട്ടുള്ളൂ. അതാ തൗഹീദ്, അതാ ഏകദൈവ വിശ്വാസം. അതൊരു മനുഷ്യൻ ഉറപ്പിച്ചാൽ പിന്നെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഒരിക്കലും അത്തരം ആളുകൾ പോവുകയില്ല. കുട്ടികളെ കൊന്ന്, തലക്കടിച്ചു കൊന്ന് ഇതുപോലെ പൂജിച്ചാൽ അവർ തിരിച്ചു വരും. ആര് പറഞ്ഞു? ഏതോ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, ഏതോ ഒരു പണിക്കരി പറഞ്ഞു, ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു, ആഭിചാരിക്രിയ ചെയ്യുന്ന ആളുകൾ പറഞ്ഞു. എന്താ അതിനുള്ള വിശ്വാസം? എന്താ അതിനുള്ള കാര്യകാരണ ബന്ധം? അതിൽ വിശദീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അധ്യാപക ദമ്പതിമാർക്ക് കഴിയില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഒരേ വിശ്വാസമാണ്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇവിടെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീട്ടിൽ പോയി ഒരു പ്രശ്നത്തിൽ പോയിട്ട് ആ സാധനം കളഞ്ഞു പോയത് കിട്ടിയല്ലോ, ആ തങ്കപ്പാപ്പ പറഞ്ഞത് മനസ്സിലായല്ലോ, അവിടെ പോയിട്ട് ഞങ്ങളെ കുട്ടിന്റെ അസുഖം മാറിയല്ലോ, ഇത് കെട്ടിയപ്പോ എന്തോ ഒരു സുഖമുണ്ടല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? 3 സാധ്യതകളാണ് അവിടെ ഉള്ളത്. ഒന്ന്, അത് തനിച്ച തട്ടിപ്പാകാനാണ് 90% സാധ്യത. ഇങ്ങനെ വ്യവസായം നടത്തുന്ന ആളുകൾ, അവിടെ ചെല്ലുന്ന ആളുകളുടെ പ്രശ്നമൊക്കെ നേരത്തെ അറിയാനുള്ള സംവിധാനങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷനുകളിൽ ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് ഈ ആളുകളെ പറഞ്ഞ് കബളിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ആ മഹാഭൂരിപക്ഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, യാദൃശ്ചികമായി ശരിയാവും. ഇപ്പൊ നമ്മളെ തന്നെ ഒരാൾ വന്നിട്ട് എന്റെ സാധനം കാണാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് അവിടെ കട്ടിലിന്റെ ചോട്ടിൽ ഉണ്ടാവുമ്പോൾ ഒന്നുകൂടി തെരഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം തെരഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, രണ്ടാമത് തെരഞ്ഞപ്പോൾ കിട്ടും. അത് യാദൃശ്ചികമാണ്. അങ്ങനെ സ്വാഭാവികമായി യാദൃശ്ചികമായി സംഭവിക്കുന്നതുണ്ടാവും. എന്നാൽ ഇതിലൊന്നുമല്ലാത്ത അവസ്ഥയുണ്ടോ? സാധ്യതയുണ്ട്. അതെന്താ? അത് പൈശാചികമാണ്. അത് പൈശാചികമായി നടക്കുന്ന പ്രവർത്തനമാണ്. കാരണം മനുഷ്യന്റെ തൗഹീദിനെ തെറ്റിക്കാൻ വേണ്ടി പിശാച് പല വഴിക്കും നമ്മളിലേക്ക് കടന്നു വരും. ഇന്ന ശൈത്വാന ലക്കും അദുവ്വ ഫത്തഖിദൂഹു അദുവ്വ, നിശ്ചയമായും പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായി തന്നെ നിങ്ങൾ പരിഗണിക്കണമെന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വഇന്നീ ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും. അല്ലാഹു പറഞ്ഞു, ഞാൻ എന്റെ അടിമകളെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഋജു മനസ്സോടുകൂടിയാണ്. വഇന്നഹും അത്തതുഹുമുശ് ശയാതീനു ഫജ്താലതുഹും അൻ ദീനിഹിം. എന്നാൽ പിശാചുകൾ അവരുടെ അടുത്ത് ചെല്ലുകയും അവരെ അവരുടെ മതത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്നു. വഹറമത് അലൈഹിം മാ ഉഹലൽതു ലഹും. ഞാൻ അവർക്ക് അനുവദിച്ചതിനെ അവർ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വഅമർതുഹും അൻ യുശ്രികൂ ബിമാ ലം ഉനസ്സിൽ ബിഹി സുൽത്താന. ഞാനൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒന്നിനെ എന്നോട് പങ്കു ചേർക്കാൻ പിശാചുക്കൾ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. നല്ല മനുഷ്യന്മാരായിട്ടാണ് ഞാൻ ആളുകളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് പടച്ചോൻ പറയാം. എന്നാൽ അവരെ പഴപ്പിക്കാൻ വേണ്ടി ആര് വരും? ശൈത്താൻ വരും. എന്നിട്ട് ഹലാല് ഹറാമാക്കും, ഹറാമ് ഹലാലാക്കും. അതുപോലെ എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി, ശിർക്ക് ചെയ്യിക്കാൻ വേണ്ടി അവർ മനുഷ്യന്മാരെങ്ങനെ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യും? പിശാചിനെ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട മനുഷ്യന്മാർ ലോകത്തുണ്ട്. അത്തരം ആളുകൾക്ക് ശൈത്താൻ ചില സേവനങ്ങൾ ചെയ്തു കൊടുക്കും. ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാതീൻ. ആരുടെ മേലാണ് പിശാച് ഇറങ്ങുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? തനസ്സലു അലാ കുല്ലി അഫ്ഫാകിൻ നസീം. പെരും നുണയന്മാരും പാപികളുമായ ആളുകളിലാണ് ശൈത്താൻ ഇറങ്ങുന്നത്. യുൽഖൂന സമഅ വഅക്സറുഹും കാദിബൂൻ. അവർ ചെവി കൊടുത്ത് കേൾക്കുന്നവരാണ്, അവരിൽ അധിക പേരും കള്ളം പറയുന്നവരുമാണ്. അതായത് വാനലോകത്ത് നിന്ന് മലക്കുകൾക്ക് കൊടുക്കുന്ന പല സന്ദേശങ്ങളും അതിൽ നിന്ന് തെന്നിമാറി കട്ടുകേട്ട് ആ വിവരങ്ങൾ അതിൽ 100 കൂട്ടം കളവുകൾ ചേർത്ത് അവർ വശീകരിച്ച ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കും തങ്ങന്മാർക്കും അതുപോലുള്ള ആളുകൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് കാര്യകാരണ ബന്ധത്തിന് പുറത്തല്ല, ഉള്ളിലുള്ള സംഭവമാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആ അഭൗതികമായ കാര്യങ്ങളാണെന്ന് മാത്രം. അത്രയുള്ളത് നമ്മുടെ ഒരു ഭൗതിക തലത്തിൽ വരുന്നില്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ചില ക്ഷുദ്ര പ്രവർത്തനങ്ങൾ സാഹിറുമാരും അവരുടെ കൂട്ടുകെട്ടുകളും ശൈത്താൻ പൂജക്കാരും നടത്തി ഇത്തരം ചില മായാജാലങ്ങൾ ഇവരുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ എന്തായി? കൂടുതൽ ശിർക്കിയും, കൂടുതൽ ആ തങ്ങളെടുത്ത് പോകും, കൂടുതൽ ആ പണിക്കരെടുത്ത് പോകും. അവര് പറയുന്നതൊക്കെ ചെയ്യും. കോഴി അറുത്ത് ആ രക്തം അവിടെ ഒഴുക്കണമെന്ന് പറഞ്ഞാൽ ഒഴുക്കും. അവസാനം മകനെ അറുത്ത് രക്തം ഒഴുക്കണമെന്ന് പറഞ്ഞാൽ അതും കേൾക്കും. അവസാനം പെൺമക്കളെ തച്ചുകൊല്ലണമെന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറാകും. ഇതൊക്കെ അത്തരം അവസ്ഥകളിൽ നിന്ന് ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. എന്താ അതിനുള്ള പരിഹാരം? അങ്ങനെ പൈശാചികമായ പ്രശ്നങ്ങളാണെങ്കിൽ എന്താ പരിഹാരം? 2 വഴികളാണ് ഈ സമൂഹത്തിലുള്ളത്. ഒന്ന് പിശാചിനെ തന്നെ എന്ത് ചെയ്യുക? അതിനെ ഉപയോഗിക്കുക. പിശാചിന്റെ ലോകത്തേക്ക് പിശാച് പറയുന്നത് പോലെ അങ്ങ് നിന്നുകൊടുക്കുക. അതാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിതിയാണ് ഈ ആഭിചാര കൊലകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, മന്ത്രവാദ പീഡനങ്ങൾ, ഇവിടെ കനത്തുകൊണ്ടിരിക്കുന്ന ആത്മീയ വ്യവസായങ്ങൾ. ഇതൊക്കെ പിശാചിനെ കീഴ്പ്പെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ തീരുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു റൌഡിയായ ഒരാള്, ഒരു ഗുണ്ട നമ്മളെ അടിക്കാൻ വന്നു, തല്ലാൻ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അയാളെ 2 നിലക്ക് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ഒന്ന്, അയാൾ പറയുന്നു എനിക്ക് 2 ലക്ഷം രൂപ വേണം, എന്നാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. അങ്ങനെ അയാൾ പറയുന്നത് കേട്ട് ആ 2 ലക്ഷം രൂപ കൊടുത്താൽ ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് ശാശ്വതമാകുന്നില്ല. പിന്നെ അയാൾ 4 ലക്ഷം വേണമെന്നാണ് വേറെ പ്രശ്നം കൂടി പിന്നെയും വരും. അത് വേറെ വിഷയം. മറ്റൊരു വഴിയുള്ളത് എന്താ? നിയമപരമായി പോലീസിൽ പരാതി കൊടുക്കുക, അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെ ഉണർത്തുക, ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കൂട്ടായ്മകൾ സൃഷ്ടിപ്പിക്കുക, അങ്ങനെ ബോധവൽക്കരണങ്ങൾ നടത്തുക, അതിന് നിയമപരമായ മാർഗങ്ങൾ തേടുക. ഇതാണ് വേറൊരു വഴിയുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇതുപോലെ തന്നെ പൈശാചികമായ കുതന്ത്രങ്ങളെ ഒന്ന് പിശാചിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ പറയുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ട് അവന്റെ പിടിയാളുകളായി മാറിയാൽ ഒരു പക്ഷേ ചില ആശ്വാസങ്ങൾ കിട്ടിയേക്കാം. അതാണ് ഈ ആളുകൾക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. അത് ശൈത്താൻ വിജയിക്കാണ്. കാരണം ഇവൻ പൂർണ്ണ ശിർക്കിലായി, ഇവൻ നാളെ നരകത്തിലേക്ക് ഒരാളെ കിട്ടി, അതാണ് അവന്റെ സന്തോഷം. എന്നാൽ വേറൊരു സംഗതി എന്താ? അത് ചെയ്താലുള്ള പ്രശ്നം എന്താ? അതാണ് സിഹർ എന്ന് പറയുന്നത്, അതാ ആഭിചാര ക്രിയകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി പറഞ്ഞു,
7 വൻപാപങ്ങളുണ്ട്, അത് നിങ്ങൾ വെടിയണം. ഖാലൂ യാ റസൂലല്ലാഹ്, എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹുന്ന, എന്താ റസൂലേ ആ 7 മഹാപാപങ്ങൾ? അവിടുന്ന് പറഞ്ഞു, ഖാല അശ്ശിർകു ബില്ലാഹ്, അതിലൊന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തതോ വസ്സിഹർ, ആഭിചാര്യ ക്രിയയാണ്, സിഹർ ചെയ്യലാണ് എന്നാണ്. ഏറ്റവും വലിയ മഹാപാപമാണത്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത്തരം ആഭിചാര ക്രിയകൾ നടത്തുന്ന ആളുകൾക്കുള്ള വിധി എന്താ? അഹ്ലുസുന്നയുടെ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാര് പറഞ്ഞു, യുഖ്തലു ബിസ്സിഹർ, സാഹിറിന് അതിന്റെ പേരിൽ വധിച്ചു കളയണമെന്നാണ്. അത്രക്ക് ഗൗരവകരമായ വിഷയമാണത്. മാത്രവുമല്ല, അത്തരം ജ്യോത്സ്യന്മാരും ആളുകളും പറഞ്ഞത് വിശ്വസിച്ചാൽ എന്താ ഇസ്ലാമിന്റെ വിധി? മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ഇതുപോലെയുള്ള ആളുകൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ അൻസല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയതിൽ അവിശ്വസിച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ പറഞ്ഞു, മൻ അതാ അർറാഫൻ ഫസഅല അൻ ശൈഇൻ ലം തുഖബൽ ലഹു സലാത്തുൻ 40 ലൈല, ഇത്തരം ആളുകൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അവർക്ക് പോയി, നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ഏലസ് കെട്ടിയാലോ, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനായി എന്നാണ്. അപ്പൊ ഇത് ഈ പിശാചിന് കീഴ്പ്പെട്ടു പോയാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷയില്ല. പിന്നെന്താ? പിന്നെ റസൂൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസിയെ പിശാചിൽ നിന്ന് രക്ഷ നേടുവാൻ ചൊല്ലാൻ 5 തവണയും നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുഅവ്വദതൈനി നമസ്കാര ശേഷം ചൊല്ലാൻ പഠിപ്പിച്ചു, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദുൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന ആ പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കെടുതികളിൽ നിന്ന് പടച്ച തമ്പുരാനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാ നമസ്കാര ശേഷവും പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയങ്ങളിലുമൊക്കെ ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വാക്യമോ അവന്റെ നാമങ്ങളോ ഗുണവിശേഷണങ്ങളോ കൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, ഇസ്ലാമികമായി ജീവിക്കുക, നമ്മുടെ വീട്ടിൽ പിശാചിനെ കുടിയിരുത്തുന്ന ഒരു പ്രവർത്തനവും ഇല്ലാതിരിക്കുക, അതൊക്കെ അവിടെ മ്യൂസിക് ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ചിത്രങ്ങൾ ഇല്ലാതിരിക്കുക. അങ്ങനെ പിശാചിനെ പ്രതിരോധിക്കാൻ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച മാർഗങ്ങൾ നമ്മൾ ചെയ്യുക. ഇതാണ് എന്റെ ശരിയായ വഴി. അല്ലാതെ സുഹൃത്തുക്കളെ, ഈ ശൈത്താന്മാരുടെ കൂടെ നടന്ന് അത്തരം ആളുകളുടെ വലയിൽപ്പെട്ടാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആർക്കും സംഭവിക്കാം. അതിന് ജാതി മതമൊന്നും അവിടെ വ്യത്യാസമല്ല. ആദ്യം തങ്ങളെടുത്താ പോവുക, പിന്നെ അവസാനം എത്താൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ തന്നെ. നല്ലോണം ആലോചിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് ഇസ്ലാം. അത് ശരിയായ വിശ്വാസമാണ്. വികല വിശ്വാസങ്ങൾ മനുഷ്യന്മാരെ തെറ്റിക്കും. അതുകൊണ്ട് ഈ തൗഹീദ് തെറ്റിയാൽ, ശിർക്കിൽ അകപ്പെട്ടാൽ സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ബിരിയാണി ചെമ്പിലേക്ക് ഒരു ഇറ്റ് വിഷം തട്ടിയാൽ ആ ഭക്ഷണം പിന്നെ ഒന്നിനും പറ്റില്ല, അല്ലേ? ഇതുപോലെ നമ്മൾ ചെയ്ത അമലുകളിലേക്ക് ശിർക്ക് വന്നു വീണാൽ, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, ഏലസ് കെട്ടിയാൽ, ചരട് കെട്ടിയാൽ, ഇതുപോലെയുള്ള ആളുകളെ എടുത്ത് പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. തൗഹീദോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമൂഹത്തിന്റെ ബാലൻസ് നിലനിർത്തുന്ന 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നാമത്തതാണ് വിശ്വാസം. ആ 5-ൽ ബാക്കി 4 1 ജീവന്റെ സംരക്ഷണമാണ്. ജീവന്റെ സംരക്ഷണം. ഇത് നമ്മൾ ആ നാട്ടിൽ കൊലപാതകങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി, അതവസാനം കുടുംബത്തിലേക്ക് എത്തുന്നു. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടായി, അതവസാനം രാഷ്ട്രീയത്തിലെത്തിക്കെത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊലകൾ നടക്കുന്നു. കാസർഗോഡ് മുമ്പുണ്ടായി, ഈ കഴിഞ്ഞ ദിവസം പാണ്ടിക്കാടുണ്ടായി. അതാരാണ് പ്രതികൾ എന്ന വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കാറില്ല. പക്ഷേ സംഭവം നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരാളെ ചുട്ടുകൊന്നു. ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 2-3 മോഷ്ടാക്കൾ, അവർക്ക് കിട്ടിയ സ്വർണം വീതം വെക്കുന്നിടത്ത് അവരിൽ കശപിശയുണ്ടായി, അതിലൊരാളെ ചുട്ടുകൊന്നിരിക്കുന്നു.
പാമ്പിനെ കൊത്തിച്ചുകൊണ്ട് മുമ്പ് ഒരു സ്ത്രീയെ കൊല ചെയ്തത് നമ്മൾ കേട്ടു. ചങ്ങരംകുളത്ത് ഒരാളെ കൊന്ന് കിണറ്റിൽ കൊണ്ടുപോയിട്ടത് നമ്മൾ കേട്ടു. ഈ കൊലപാതകത്തിന് എതിരിൽ ഇസ്ലാം കൃത്യമായ പരിഹാരമാണ് മുന്നോട്ട് വെക്കുന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഒരു ദേഹത്തിനെ കൊല ചെയ്തതിനോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പത്തിനോ പകരമല്ലാതെ ആരെങ്കിലും മറ്റൊരാളെ വധിച്ചാൽ, കൊന്നാൽ, ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നവനെ പോലെയാണവൻ. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, എന്നാൽ ഒരാളെ അങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാലോ അവൻ മുഴുവൻ മനുഷ്യന്മാരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്നാണ്. അപ്പോ അകാരണമായി ഒരു ജീവൻ ഹനിച്ചാൽ മുഴുവൻ മനുഷ്യന്മാരെയും കൊന്ന കുറ്റമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അപ്പൊ മനുഷ്യന്മാരുടെ ഈ ബാലൻസ് തെറ്റിക്കുന്നത് ഒന്ന് കൊലയാണ്, ജീവന്റെ വിലയില്ലായ്മയാണ്. അതിനും ഇസ്ലാമിന്റെ അടുത്ത് പരിഹാരമുണ്ട്. മൂന്നാമത്തത് ബുദ്ധിയും വിവേകവുമാണ്. ബുദ്ധി വിവേകം നിലനിന്നാൽ മാത്രമേ സമൂഹത്തിന്റെ ബാലൻസ് നിലനിൽക്കുള്ളൂ. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്ത്? മദ്യം, മയക്കുമരുന്ന് സംഗതികൾ നമുക്കറിയാം. ആ മദ്യത്തിനും മയക്കുമരുന്നും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായും ഇവിടെ അനാവരണം ചെയ്യുന്ന മതം ഇസ്ലാം മാത്രമാണ്. അതുപോലെ തന്നെ നാലാമത്തത് ധനമാണ്, സമ്പത്താണ്. സമ്പത്തിന്റെ ദുരുപയോഗമാണ് സമൂഹത്തിന്റെ ബാലൻസ് തെറ്റിപ്പിക്കുന്നത്. പലിശ, കളവ്, വഞ്ചന, കൊള്ള, അഴിമതി, കൈക്കൂലി, ധൂർത്ത്, അമിതത്വം, പാഴ്ചെലവ്, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം പുതിയ പുതിയ ആപ്പുകൾ, വ്യാജ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 2000 രൂപക്കും 3000 രൂപക്കും വേണ്ടി ആ ആപ്പിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു. എത്ര ആളുകളാണ് ആ വലയിൽ കുടുങ്ങിയിട്ടുള്ളത്? എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താ? അന്യായമായി ധനത്തിൽ നിന്നും വളരുന്ന ശരീരത്തിന് ഏറ്റവും ഉചിതമായത് നരകം മാത്രമാണെന്ന്. ഹലാലും ഹറാമും നോക്കാതെ സമ്പത്തുണ്ടാക്കാൻ പാടില്ല എന്ന് കണിശമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അഞ്ചാമത്തെ തൂണെന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം മര്യാദക്ക് പോയാലേ നമ്മുടെ സമൂഹത്തിന്റെ ബാലൻസ് നിലനിൽക്കുള്ളൂ. ആ കുടുംബത്തിന്റെ തുടക്കം ഏതാ? വിവാഹത്തിലൂടെയാണ്. വിവാഹത്തിലൂടെ മാത്രമേ നിങ്ങൾ കുടുംബ ബന്ധം തുടങ്ങാൻ പാടുള്ളൂ എന്ന് കണിശമായി നിഷ്കർഷിക്കുന്ന മതമാണ് ഇസ്ലാം. അതിന്റെ പേരിൽ എത്രയോ പഴി കേട്ടിട്ടുണ്ട് ഇസ്ലാം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ, ഈ ബാലൻസ് തെറ്റുന്ന 5 മേഖലകൾ. ഒന്ന് വിശ്വാസത്തിന്റെ മേഖല, 2 മനുഷ്യന്റെ ജീവന്റെ മേഖല, മൂന്നാമത്തേത് ബുദ്ധിയും വിവേകവും, നാലാമത്തേത് ധനം, അഞ്ചാമത്തേത് കുടുംബം. ഈ 5 മേഖലകളിലും കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാദ്യം മുസ്ലിങ്ങളാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ ജീവിക്കുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോവിഡ് ബാധിച്ചും അല്ലാതെയും പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.